ഗായ്സ് വേറെ ഒരു വഴിയില്ല ഗായ്സ്, പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും. കൂട്ടത്തിൽ ഒരു സാധനം പൊളിഞ്ഞു കൊണ്ടിരിക്കുകയാണ്. ഏവിയേഷൻ എയർ ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ബാംഗ്ലൂർ എയർപോർട്ടിൽ ഉണ്ടായിരുന്നു. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. എയർ ഇന്ത്യയിലുണ്ട് പറഞ്ഞത്. എന്തായാലും സമ്മതിക്കണം, എയർ ആണ് ഇന്ത്യയിലാണല്ലോ, ഇന്ത്യയിലുള്ള എയർലൈൻ നിൽക്കുന്നതാണ് ഉദ്ദേശിച്ചത്. നമ്മൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്താണ് പ്രശ്നം. ആദ്യമായിട്ടും തോന്നുന്നു ഇതിലൊക്കെ വലിഞ്ഞേറി വരണത്. ചന്തക്ക് പോണ പോലെ ചട്ടിയും വട്ടയും കൊട്ടായിട്ട് ഇറങ്ങിയിരിക്കുക. രണ്ടാമത്തെ തവണ ആദ്യമായിരുന്നു ആ ഒരു ഏവിയേഷൻ ടൈമില്. അത് പക്ഷെ എല്ലാരും ഉണ്ടായിരുന്നല്ലോ, കൂട്ടുകാരൊക്കെ. ഞാനിങ്ങനെ അയ്യോ കർത്താവേ തോന്നി, ഇതങ്ങനെ പറയാൻ പറ്റത്തില്ല. ഞാനൊക്കെ എന്റെ ചേച്ചി സീറ്റ് വെച്ചിട്ട് ഊരാ അറിയത്തില്ല. ദൈവമേ എനിക്കറിയാം. ഏവിയേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? ഏയ് അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. സീറ്റ് വെച്ചിട്ട് ഊരാ അറിയത്തില്ല. ദൈവമേ എനിക്കറിയാം. ഏവിയേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. എന്റെ അടുത്തിരുന്നൊരു ഒരു അമ്മച്ചി ഉണ്ട്, എനിക്ക് സീറ്റ് വെച്ചിട്ട് അറിയത്തില്ല. അത് ആദ്യം ഇങ്ങോട്ട് തുറക്കാൻ പറ്റും, തുറന്നിട്ട് എവിടെയാ കുത്തണ്ടെന്ന് ഒന്ന് ഊരി നോക്കട്ടെ. എനിക്ക് ഊരണ്ട. അവിടെ നിന്ന് വെപ്രാളം കൊണ്ട് ഞാൻ എന്റെ ചേച്ചി ഊരാതിരിക്കും. എങ്ങനെ ഇട്ടിട്ട് ഊരാൻ പറ്റത്തില്ല. നീ സമാനപ്പെട്ടൊന്ന് ആലോചിച്ച് നോക്കാണ്, ആദ്യം എങ്ങനെയാണ് ഇങ്ങോട്ട് കയറിയെന്ന്. അതുപോലെ ഒന്ന് ഇറങ്ങി പോയി നോക്കാണ്. അപ്പുറത്തിരിക്കുന്ന അമ്മച്ചി, ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു, നല്ലൊരു അമ്മച്ചി. താങ്ക് യു അമ്മച്ചി. നീ എന്തിനാ പഠിക്കണേന്ന്? നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല, വെറുതെ കോളേജിന്റെ പേര് കളയാനായിട്ട്. ബാംഗ്ലൂർ എയർപോർട്ടിലുണ്ടായിരുന്നു, എയർ ഇന്ത്യയിലുണ്ടായിരുന്നു, ഓക്കെ, ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു. സീറ്റ് ബെൽറ്റ് എവിടെ ഇടാൻ അറിയാവോ? എല്ലാം അറിയാവോ? തിരിച്ചു തന്നെ പോകണമെങ്കിൽ ഞാൻ എങ്ങനെ സീറ്റ് ബെൽറ്റ് ഇടുമെന്നാ ഞാനിപ്പോ ആലോചിക്കും. അതാണ് എന്റെ ഒരു ഏറ്റവും വലിയൊരു ടെൻഷൻ. ഫ്ലൈറ്റ് കയറുമ്പോൾ സീറ്റ് ബെൽറ്റ് എങ്ങനെ ഇടും? പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. നീ ഈ കോവിഡൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ബാക്ക് ടു എല്ലാം വാവക്കുട്ടം, സോറി മാറി സുധിക്കുട്ടം പറയണ പോലെ അല്ലേ? ഇനി ഒരു തിരിച്ചുവരവുണ്ടാവില്ല ശശി. പലപ്പോഴായിട്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടി പല കാര്യം പറഞ്ഞുകൊണ്ട് ഇപ്പൊ ജെനുവിൻ ആവുമ്പോ എല്ലാം പൊളിഞ്ഞു വീഴാണ്. ഏവിയേഷൻ കഴിഞ്ഞ ഒരാൾക്ക് ഫ്ലൈറ്റിലെ സീറ്റ് ബെൽറ്റ് ഇടാൻ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോ ഞാൻ അന്നത്തെ ദിവസം പനി ആയതുകൊണ്ട് ക്ലാസ് പോയില്ലെന്നാവും. രേണു ഒരു വട്ടം പറഞ്ഞതല്ല പിന്നെ പറയാം, പിന്നെ പറഞ്ഞാൽ ചിലപ്പോൾ ഓർമ്മ കാണില്ല. ഇതിലാണ് രേണു ശരിക്കും എയർ പോണത്. അതെന്ന് വെച്ചാൽ ഒന്നും സത്യസന്ധ അല്ലാതെ തള്ളുമ്പോഴുള്ള പ്രശ്നമാണ് അത്. നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. അയ്യോ ഞാൻ ഒരു പാവല്ല.